ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ വന്നിട്ടുള്ളത് മോക്ക് ടെസ്റ്റുമായിട്ടാണ്. കുറച്ച് ചോദ്യങ്ങൾ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയണം. ഇതുവരെ നിങ്ങൾ കമൻറ്റ് ചെയ്തതുപോലെ തന്നെ ഈ വീഡിയോയിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പരീക്ഷ കഴിഞ്ഞാലും LP UPയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ടിപ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ ജോലിയിലേക്ക് എത്തുന്നത് വരെ നമ്മൾ കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഉറപ്പ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ക്ലാസ് തുടങ്ങുകയാണ്. നന്നായിട്ട് പരീക്ഷ എഴുതണം. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? പരീക്ഷയ്ക്ക് ഉറപ്പാണ് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ജൂലൈ 14, ഓഗസ്റ്റ് 23, ഓഗസ്റ്റ് 5, ഓഗസ്റ്റ് 17. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ചോദ്യം. വ്യക്തി സ്വാതന്ത്ര്യം, ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, അതിനെക്കുറിച്ച് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 22, 23, 24, ആർട്ടിക്കിൾ 21 എന്നിങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കണേ, 22, 23, 24 കഴിഞ്ഞിട്ടാണ് 21 വന്നിരിക്കുന്നത്. 21, 22, 23, 24 എന്നല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ ശ്രദ്ധയോടുകൂടി ആൻസർ ചെയ്തില്ലെങ്കിൽ ഇത് നമുക്ക് അറിയുന്നതായിരിക്കും. ബബിൾ ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. നമ്മളെ തെറ്റിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ തരുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിൽ കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? മോത്തിലാൽ തേജാവാട്ടും, ബിർസ മുണ്ട, രാജ ജഗന്നാഥ്, രാമൻ നമ്പി. ഓപ്ഷൻസ് നോക്കണം. എ രാമൻ നമ്പി, മോത്തിലാൽ തേജാവാട്ട്, ബിർസ മുണ്ട, രാജ ജഗന്നാഥ്. നാലാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരാണോ, തുമ്പയാണോ, ചന്ദിപ്പൂറാണോ, ശ്രീഹരിക്കോട്ടയാണോ? അഞ്ചാമത്തെ ചോദ്യം, ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം? ആര്യ സമാജം, ഹിതകാരണി സമാജം, അരയ സമാജം, പ്രാർത്ഥനാ സമാജം. ഏതാണ് ഉത്തരം? ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ. ആറാമത്തെ ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽ പാത ഏതാണ്? ചെങ്കോട്ട മുതൽ പുനലൂർ വരെ, ബേപ്പൂർ മുതൽ തിരൂർ വരെ, കോട്ടയം മുതൽ കൊല്ലം വരെ, ഷൊർണൂർ മുതൽ എറണാകുളം വരെ. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽവേ പാത. ഗതാഗതമാണ്, പഠിക്കാനുള്ളതാണ് ഏറ്റവും ബേസ് സാധനം. ഏഴാമത്തെ ചോദ്യം, പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവൻ, മന്നത്ത് പത്മനാഭൻ, P കൃഷ്ണപിള്ള, K കേളപ്പൻ. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? എട്ടാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3 വിക്ഷേപണ തീയതി. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണ തീയതിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൂലൈ 14 എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ കഴിയും, ഓഗസ്റ്റ് 23 കാണാൻ കഴിയും. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണ തീയതിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടുന്ന് തന്നെ 2 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 3 ചോദ്യങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടും. അത് ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ചന്ദ്രയാൻ 3യുടെ ഞാൻ വായിച്ചില്ല. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണ തീയതി ജൂലൈ 14, ജൂലൈ 15, ജൂലൈ 16, ജൂലൈ 16, ജൂലൈ 17, 2023. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് മൗലികാവകാശങ്ങൾ, ഇന്ത്യയിലെ പ്രദേശങ്ങൾ, പൗരത്വം, നിർദ്ദേശക തത്വങ്ങൾ. അപ്പോൾ ഉത്തരം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. 10ാമത്തെ ചോദ്യം, ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിൻ്റെ പേരെന്ത്? റൗലറ്റ് ആക്ട്, വർണാക്കുലാർ പ്രസ് ആക്ട്, റെഗുലേറ്റിംഗ് ആക്ട്, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് എന്നിങ്ങനെയാണ് 10 ചോദ്യം വന്നിട്ടുള്ളത്. എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒന്ന് നോക്കിയേ,
ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഏതാണ്? ഓഗസ്റ്റ് 23 കേട്ടോ. ഈ ഓഗസ്റ്റ് 23 പ്രത്യേകത ഒന്ന് നിങ്ങൾ പറയണേ, ഒന്ന് കമന്റ് ചെയ്യണേ. ചന്ദ്രയാനുമായി ബന്ധമുണ്ടോ അതുണ്ടെങ്കിൽ തന്നെ അതെന്താണ് എന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഓഗസ്റ്റ് 23. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 21 ഡി ആണ്, ഓപ്ഷൻ ഡി. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിൽ കുറിച്യാർ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി രാമൻ നമ്പിയാണ്. കുറിച്യാർ കലാപം രാമൻ നമ്പി. നാലാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ്. അഞ്ചാമത്തെ ചോദ്യം, ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് അരയ സമാജം. അരയ സമാജം. ആറാമത്തെ ചോദ്യം, കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽവേ പാത ബേപ്പൂർ ടു തിരൂർ വരെ, ഓപ്ഷൻ ബി ആണ്. ഏഴാമത്തെ ചോദ്യം, പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? കെ കേളപ്പൻ. എട്ടാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3 വിക്ഷേപണ തീയതി എന്നാണ്? ജൂലൈ 14 ജൂലൈ 14, 2023 ജൂലൈ 14. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? മൗലികാവകാശങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ ഏത് ഭാഗത്തിലാണ് പ്രതിപാദിക്കുന്നത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. 10ാമത്തെ ചോദ്യം, ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുമെന്ന് അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കര നിയമത്തിന്റെ പേരെന്താണ്? ഗാന്ധിജിയാണ് ഈ നിയമത്തെ, വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള ഈ നിയമത്തെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത്. ഇതിന്റെ പേര് റൗലറ്റ് ആക്ട് എന്നുള്ളതാണ് കേട്ടോ. റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 10 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. കമന്റ് ചെയ്യുക. ഞാൻ ചോദിച്ച എക്സ്ട്രാ ചോദ്യങ്ങളുണ്ടല്ലോ, അതുകൂടി നിങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. എത്ര പേർക്ക് അറിയാമെന്നൊന്ന് നോക്കാൻ വേണ്ടിയാണ്. ഓക്കെ, താങ്ക് യു.